ഇപ്പൊ ഓരോ സെന്ററുകളിലും ഇപ്പൊ നിങ്ങളൊക്കെ ഇതിന്റെ സെന്ററിന്റെ കോർഡിനേറ്റർ ലീഡേഴ്സാണ്. അന്ന് ഒരു 2 വർഷം മുമ്പിലെ 1 വർഷം മുമ്പ് തുടങ്ങിയ അതേ ആളുകളെ വെച്ചിട്ട് തന്നെയാണോ നിങ്ങൾ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്? അങ്ങനെയല്ല വേണ്ടത്. നിങ്ങൾ നിരന്തരം നിങ്ങളുടെ ഗ്രാമങ്ങളിലുള്ള ആളുകളെ നിരന്തരം ക്ഷണിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നിരന്തരം ക്ഷണിച്ചുകൊണ്ട് അവരെയൊക്കെ തന്നെ എന്ത് ചെയ്യുന്നത്? നിങ്ങൾ ഒരു ദിവസം വിളിച്ചുകൊണ്ട് ഇവരൊന്നും പറഞ്ഞില്ല, 1 മാസം കൊണ്ട് വിളിച്ചാൽ അവർ വരില്ല. മാസങ്ങളോളം നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ കാണുമ്പോഴൊക്കെ ഒന്ന് സൂചിപ്പിക്കുക, വരും, നിങ്ങൾ വരും, അറ്റൻഡ് ചെയ്യും. അങ്ങനെ ഒരു വലിയ വലിയ ഒരു ജീവിത കർമ്മമായിട്ട് ഒരു ടാസ്കായിട്ട് നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, സമൂഹത്തിന് വേണ്ടി നിങ്ങൾ സമർപ്പിക്കുന്ന ഒരു വലിയ മാറ്റം നിങ്ങൾ വഴി നിങ്ങൾക്ക് ഓരോ ഗ്രാമത്തിലും സാധ്യമാണ്. ഒരു വലിയ വാഗ്ദാനം നിങ്ങൾക്ക് മുന്നിലുണ്ട്. ഞാൻ ഈ മെക്സൺ ആരംഭിക്കുന്ന സമയത്ത് വെറും വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിരന്തരമായിട്ടുള്ള ഒരു മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വലിക്കാതെ ഓരോ ആൾക്കും വേണ്ടിയും മാസങ്ങളോളം ഞാൻ അവരുടെ മുന്നിൽ എനിക്ക് എന്ത് ചെയ്യുന്നു പറയേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾ വരൂ, ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. ഇന്ന് എനിക്ക് പകരം നിങ്ങളാണ്. നിങ്ങൾ ആ ടാസ്ക് ഏറ്റെടുക്കുക. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഗ്രാമങ്ങളിലൊക്കെ ഇതിൻ്റെ പ്രഭാവം കൊണ്ടുവരിക. നിങ്ങൾ ചെയ്യുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യകർമ്മമായിട്ട് മെക്സണിലേക്ക് നിങ്ങൾ ആളുകളെ ക്ഷണിക്കുകയും അവർക്ക് ആരോഗ്യം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്താൽ അത് തന്നെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പുണ്യകർമ്മമായിട്ട് നിങ്ങൾക്ക് മാറുക. അപ്പോൾ ആ രീതിയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനത്തെ വ്യാപിക്കുക. ഈ നമ്മുടെ എൻ്റെ സെഷനുകളുടെ സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സ്ട്രിക്റ്റായിട്ട് സമയം നമ്മൾ എന്ത് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലേക്ക് നിങ്ങളുടെ മാനസികമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പരിവർത്തനം ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിലും നിങ്ങളുടെ അച്ഛനമ്മമാർക്കും നിങ്ങളുടെ സമൂഹത്തിലും എവിടെയൊക്കെ ചെയ്യാൻ പറ്റുന്നു ആ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോവുക. ഇതിൻ്റെ സാമൂഹ്യ തലത്തിലുള്ള പ്രസക്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏറ്റവും വലിയത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എവിടെയും പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഒരു കിടപ്പ് രോഗി ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ പോയി വിസിറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ നാടുകളിൽ നിങ്ങൾക്ക് 1000-10,000 ആളുകളുണ്ട്. നിങ്ങളുടെ നാടുകളിൽ ആരോഗ്യപരമായിട്ട് പ്രയാസപ്പെട്ട് കിടപ്പ് രോഗികളായിരുന്ന ആളുകളുണ്ടാവും. അവരെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? പോയി കാണുക. പാലിയേറ്റീവ് കെയറിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടില്ല. നിങ്ങൾ പോയി അവരെ കണ്ട് അവരെ സമാശ്വസിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കറിയാവുന്ന എക്സസൈസുകൾ നിങ്ങൾക്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. കിടപ്പ് രോഗിയാണെങ്കിൽ കിടന്നുകൊണ്ട് ബ്രീത്ത് എടുക്കാൻ പറയാം. ചെയ്യാൻ പറ്റില്ലേ? കിടന്നുകൊണ്ട് ബ്രീത്ത് എടുക്കാൻ പറയാം അല്ലേ? കൈകളൊന്ന് ബ്രീത്ത് എടുത്ത് പിന്നോട്ട് എടുക്കാൻ പറയാം, അല്ലെങ്കിൽ കൈകൾ മുന്നോട്ട് എടുക്കാം. കിടപ്പ് രോഗിയാണെങ്കിൽ, ഇരിക്കാൻ പറ്റുന്ന രോഗിയാണെങ്കിൽ ഇരുന്നു കൊണ്ട് കാലുകൾ എന്ത് ചെയ്യാം? ഒന്ന് ഇളക്കാൻ പറയാം. കാലുകളുടെ ആംഗിൾ ഇളക്കാൻ പറയാം. കൈകൾ ഉയർത്തി ബ്രീത്തിങ് സെക്ഷനിൽ മറ്റ് എക്സസൈസുകളൊക്കെ കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ടാസ്കായിട്ട് ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാവുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, നിങ്ങളുടെ സാമൂഹ്യ തലത്തിൽ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾ വഴി നിങ്ങൾ സാധ്യമാണ്. നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല. നിങ്ങളുടെ വാഗ്ദാനം വലിയ വാഗ്ദാനമാണ്. ആഴ്ചയിൽ ഒരു അരമണിക്കൂർ പോലും നിങ്ങൾ ഇതിന് ചെലവഴിക്കാൻ തയ്യാറായാൽ വലിയ മാറ്റങ്ങൾ സമൂഹത്തിൽ നിങ്ങൾ വഴി കൊണ്ടുവരാൻ സാധ്യമാണ്. അപ്പോൾ അതിൻ്റെ റിലവൻസ്, പ്രസക്തി നിങ്ങളത് മനസ്സിലാക്കിയും കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മുന്നോട്ട് പോവുക. അതിൻ്റെ വാക്കുകൾ ചുരുക്കിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇതിൻ്റെ പ്രസക്തി എന്താണ്, അതിനി ജീവിതത്തിൻ്റെ ഭാഗമാക്കി മുന്നോട്ട് പോകേണ്ടത് അത് നിങ്ങളുടെ ഒരു ടാസ്കായിട്ട് ഒരു ജീവകാരുണ്യ പ്രവർത്തന മേഖലയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. മെക്സോ എന്ന് പറഞ്ഞാൽ ഒരു ഫാക്ടറിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തന്നെ 100 കണക്കിന് ലീഡേഴ്സിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റിയതാണ് മെക്സൺ. വളരെ ലളിതമാണ് അല്ലേ? സാധാരണ രീതി മറ്റ് വ്യായാമക്രമങ്ങളൊക്കെ മാസങ്ങളോളം അല്ലെങ്കിൽ കൊല്ലങ്ങളോളം ഒക്കെ പഠിച്ചു കഴിഞ്ഞാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ? അതിൻ്റെ ഒരു ട്രെയിനറായി മാറാൻ പറ്റുള്ളൂ. പക്ഷെ മെക്സണിന് ഇത്തരം പ്രതിബന്ധങ്ങളൊന്നുമില്ല. അന്ന് രാവിലെ പഠിച്ച ആൾ അവരുടെ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ, ക്യാപ്പബിൾ ആണെങ്കിൽ അവരായിരിക്കും ലീഡറായിട്ട് മുന്നോട്ട് പോകുക. അപ്പം നിങ്ങളുടെ പ്രവർത്തനക്ഷമത, നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ കൂടെ നിങ്ങളുടെ പ്രവർത്തനത്തിന് ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതുവഴിയാണ് നിങ്ങളുടെ പ്രവർത്തനക്ഷമത നിങ്ങൾ കേൾക്കുക. സാമൂഹ്യ തലത്തിൽ നിങ്ങൾക്കുള്ള സ്വീകരണം, സാമൂഹ്യ തലത്തിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ റെസ്പെക്ട് കിട്ടുന്നുണ്ട് എന്ന് കരുതുന്നു. ആണോ അല്ലേ? നിങ്ങൾക്കൊക്കെ സാമൂഹ്യ തലത്തിൽ എല്ലാ ലീഡേഴ്സിനും, മെക്സോണിന്റെ ലീഡേഴ്സ് ആണ്, അവർക്കൊക്കെ സാമൂഹ്യ തലത്തിൽ വലിയ അക്സെപ്റ്റൻസ് ആണ്. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മേഖല നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ജീവകാരുണ്യ പ്രവർത്തനമായി ഏറ്റെടുത്തുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് മെക്സോണുമായി